ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ഇപ്പോൾ വൃശ്ചികം രാശിയിൽ കാലചക്രത്തിന് 8-ാം ഭാവമായ അഷ്ടമ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുക്രൻ ഡിസംബർ മാസം 20-ാം തീയതി ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്ക്, അതായത് ധനുരാശിയിലേക്ക് രാശി മാറുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം ഒരു 6 രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, യോഗഫലങ്ങൾ, ഒരു നന്മകൾ ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നമ്മളിത് പറയുന്നത് രാശിയുടെ അടിസ്ഥാനത്തിലാണ്. രാശിക്ക് ആ ശുക്രൻ സഞ്ചരിക്കുന്ന ആ കാലം വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ നടക്കണമെങ്കിൽ, ഒരു നല്ലത് നടക്കണമെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല, കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല, ഒരു നിമിഷം മതിയാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിലും ഒരു നിമിഷം കൊണ്ടാണ് പലതും സംഭവിക്കുക, ജീവിതം മാറി മറിയുന്നത് തന്നെ. അതുപോലെ ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയം, ഒരു കാലത്തിൻ്റെ ആരംഭമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. രാശിക്ക് ശുക്രൻ 9-ാം ഭാവമായി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഫലം അതൊരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രദശ ഇപ്പോൾ നടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരം ഏതെങ്കിലും ഒരു ദശയിൽ നടക്കുന്നവരാണെങ്കിൽ, ജാതകത്തിൽ ശുക്രൻ നല്ല ബലവാനായിട്ടൊക്കെ നിൽക്കുന്നവരും, അതുപോലെ ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നവർക്കൊക്കെ ഈ പറയുന്ന ഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഗുണഫലങ്ങൾ വന്നു ചേരും. പലരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, ചിലപ്പോൾ യൂട്യൂബിലും മറ്റും പറയുന്ന രാശിഫലം അതുപോലെ അനുഭവത്തിൽ വരുന്നില്ല, അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും എന്നുള്ളത്. അതിന് പ്രധാന കാരണം ഒരു രാശിയിൽ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കും ഓരോ ദശാകാലഘട്ടങ്ങൾ, ജനന ജാതകപ്രകാരം ദശാകാലം, ലഗ്നം ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ജനന ജാതകത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ജാതകപ്രകാരം നടക്കുന്ന സമയവും കാലവും ദശയും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഡിസംബർ മാസം 20-ാം തീയതി ആ ശുക്രരാശി മാറ്റം സംഭവിക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്തുള്ള ശുക്രൻ്റെ സഞ്ചാരം ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. ഇനി ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ഈ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനമായ ധനുരാശിയുടെ അധിപനാണ് വ്യാഴം. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹവും മേടം രാശിയിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് ഭാഗ്യാധിപതിയുമാണ്. അപ്പോൾ ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക് ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. കുറച്ചു കാലങ്ങളായി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസ കാലഘട്ടം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ളൊരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് കൈകളിലേക്ക് ധനം വന്നു ചേരുക. എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വന്ന് ജീവിതത്തിൽ ഒന്ന് മുന്നേറാൻ പറ്റുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. അവരവരുടെ കുടുംബത്തിൽ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. കുടുംബത്തിൽ ഒരു സമാധാനം, സന്തോഷം ലഭിക്കും. കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറി ആ ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത ലഭിക്കുന്ന ഒരു കാലഘട്ടം, പരസ്പരം ഒരു സ്നേഹം, വിശ്വാസമൊക്കെ ഒരു സമയത്ത് വന്നു ചേരും. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മേടം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അവരെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരുക, ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായി മാനസികമായൊരു സുഖം, സമാധാനം ലഭിക്കുക, ജീവിത പങ്കാളിയിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുക, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയവുമാണ്. വിവാഹ കാര്യങ്ങളിൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം
വന്നു ചേരുന്ന സമയം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വരുന്ന സമയം, അതുപോലെ പുനർവിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്ന മേടം രാശിക്കാർക്കും സമയം വളരെ വളരെ ഉത്തമമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വന്നു ചേരും. ഇപ്പോൾ എങ്ങനെയാണ് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുകയെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം, ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം, ചിലർക്ക് അവരവർ ചെയ്യുന്ന കർമ്മത്തിലുണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ, അങ്ങനെ പലതരത്തിലാണ് ഈ ഒരു സമയത്ത് ഗുണാനുഭവങ്ങൾ വരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങൾക്ക് യാത്രകളിൽ കൂടെ നേട്ടം ലഭിക്കുന്ന സമയം. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളിലോ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് പോകുവാനുള്ളൊരു യോഗം ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ്. പലരെയും സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. ഭൂമി വിൽക്കാനുള്ള ഒരു കാലം, ഒരു സമയമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ധനം, പണം കൊണ്ട് പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഭൂമി വാങ്ങുവാനും ഒക്കെ ഈ ഒരു സമയത്തൊരു യോഗമുണ്ട്. ഈ ഒരു ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തുള്ള സഞ്ചാരം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ, പൂർത്തീകരിക്കാൻ സാധിക്കും. കുറച്ച് കാലങ്ങളായി ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുള്ള ധനം വന്നു ചേരും. അതിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. വിദേശ ജോലിക്ക് ഒക്കെ ആഗ്രഹിക്കുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. വിദേശ യാത്ര അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഭവിച്ച് വന്നുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് മേടം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം, സന്തോഷമുണ്ടാവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളാൽ സാധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. നല്ല രീതിയിലുള്ളൊരു മാറ്റം മേടം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം മേടം രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ടുള്ള ഒരു സമയം, ഒരു ഗുണഫലമാണ്. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളാണ് മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് വ്യത്യസ്ത തരത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഏതായാലും സമയം നിങ്ങൾക്ക് വളരെ വളരെ ഉത്തമമാണ്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശുക്രരാശി മാറ്റം മേടം രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മിഥുനരാശിക്കാർക്ക് അത്യുത്തമനായിട്ടുള്ള ഗ്രഹമാണ്. നിങ്ങൾക്ക് ഏഴാം ഭാവമായി കേന്ദ്രസ്ഥാനത്ത്, ധനുരാശി എന്ന് പറയുമ്പോൾ ഏഴാം ഭാവമായി കേന്ദ്രസ്ഥാനമായിട്ട് വരും. കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ രാശിയായ ധനുവിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു സമയമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. മിഥുനരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കർമ്മം ചെയ്യുന്ന ജോലി സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ അനുഭവിക്കുന്നത് അവർക്കൊക്കെ ഒരു വലിയ ആശ്വാസമാണ് ഈ ശുക്രരാശി മാറ്റം. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു സമയത്ത് പരിശ്രമിച്ചാൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടൊരു നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന പലതരത്തിലുള്ള നല്ല മാറ്റങ്ങളും, ഒരു സ്ഥാനമാറ്റം, പദവി ഉയർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരും. ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കൊക്കെ ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഡിസംബർ 20 മുതൽ ധൈര്യമായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് വിദേശ ജോലി, വിദേശവാസം, അതുപോലെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നല്ലൊരു മാറ്റം, ഒരു പുതിയ ഒരു ജോലി നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് കൂടുതൽ ധനപരമായിട്ട് മുന്നേറ്റം നൽകുന്ന നല്ലൊരു ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. കർമ്മസംബന്ധമായ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു ഇടം മാറ്റത്തിനൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശ്രമിക്കുന്നവർ, ആ സ്ഥാനമാറ്റം അതിന് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ധൈര്യമായി മുന്നോട്ട് പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു ട്രാൻസ്ഫർ ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്.
സ്വന്തമായി തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന മിഥുനരാശിക്കാർക്കും സമയം വളരെ ഉത്തമമാണ്. ആ ബിസിനസ് മേഖലയിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി ആ ബിസിനസ്സിൽ നല്ലൊരു ഉയർച്ച ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ട് പലർക്കും പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഈ ഒരു ശുക്രരാശിമാറ്റ സമയത്ത് പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ആരംഭിക്കുവാൻ പറ്റുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തൃപ്തി, സമാധാനം, സുഖം, സന്തോഷമൊക്കെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വന്നു ചേരും. ദാമ്പത്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ട് വസിക്കുന്നവർ, താമസിച്ച് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരിടത്ത് താമസിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള അനുകൂല സമയവും കൂടെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജീവിത പങ്കാളി ഉള്ളൊരു വ്യക്തിക്ക് ആ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. അതുപോലെ നല്ലൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യവും വന്നു ചേരും. ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും പല നന്മകളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് മിഥുനരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ അവരവരുടെ കുട്ടികളുടെ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് അതൊക്കെ വളരെ ഉത്തമമായിട്ട് ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുക, അതുപോലെ വിദേശ ജോലി, വിദേശ പഠനം അനുഭവത്തിൽ വരിക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു മംഗല്യ ഭാഗ്യം നിങ്ങളുടെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് അനുഭവത്തിൽ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ കുട്ടികളാൽ മിഥുനരാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും മനസ്സിന് സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു സമയം ഈശ്വരൻ സന്താന ഭാഗ്യം നൽകും. അത്രയും സമയം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലത്തിലാണ്. മിഥുനരാശിക്കാർക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നല്ലൊരു മാറ്റം നൽകും. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഈ ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. ശുക്രൻ നിങ്ങൾക്ക് 5ാം ഭാവമായ പൂർവ്വപുണ്യ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ധനുരാശിയുടെ അധിപനാണ് വ്യാഴം. അതുപോലെ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി തന്നെ. ആ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന വ്യാഴത്തിൻ്റെ രാശിയായ ധനുവിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് വളരെ ഉത്തമമാണ്. ചിങ്ങം രാശിക്കാർക്ക് ആദ്യം അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പലരും. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും വിട്ടുമാറി മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിജയത്തിലെത്തുന്ന സമയം. അതുപോലെ ചിങ്ങം രാശിയിൽപ്പെട്ട പലരും സഹോദരങ്ങളുമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ അകൽച്ചകളോ വാക്കുതർക്കങ്ങളോ ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വന്നിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും സഹോദരങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാവുകയും സഹോദരങ്ങളുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരം, അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. ഈശ്വരാനുഗ്രഹം ധാരാളം ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളാണ് ചിങ്ങം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് ഈ ഒരു സമയത്ത് ലഭിക്കുക. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന സമയമാണ്. ശരീരത്തിനൊരു പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ഒക്കെ ഈ ഒരു സമയത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച്
പിതൃസ്ഥാനത്ത് പൂർവിക വഴിയിലുള്ളവരിൽ നിന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകളും വന്നു ചേരും. പലർക്കും ഈ ഒരു സമയം കാലാകാലങ്ങളായിട്ട് ലഭിക്കേണ്ടിയിരുന്ന ആ പൂർവിക വഴിയിലുള്ള ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. അതുപോലെ ഒരു ഗൃഹം, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും അത് പ്രാബല്യത്തിൽ വരുന്നൊരു സമയമാണ്. പലർക്കും ഭൂമി വാങ്ങുവാൻ, ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗമൊക്കെ ഈ ഒരു കാലഘട്ടത്ത് ശുക്രൻ നൽകും. നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശുഭത്വമുള്ള സമയമാണ്. പിതൃസ്ഥാനത്ത് ഉള്ള വ്യക്തികളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ്, നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയവും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ലഭിക്കും. എല്ലാ തരത്തിലും ജീവിതത്തിലെ ഒരു മുന്നേറ്റ കാലഘട്ടമാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഇടങ്ങളിൽ നിന്നായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതും. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. അതുപോലെ കർമ്മസംബന്ധമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റം ലഭിക്കുന്ന ഒരു സമയവുമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ആ ജോലിയിൽ ഏറ്റവും അധികം ഉയർച്ചയിലെത്തുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങളിപ്പോൾ കാലാകാലങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന പലതരത്തിലുള്ള നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുക. അതുപോലെ ആ ഒരു കർമ്മം കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരവ്, സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന ഒരു സമയവുമാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. അതുപോലെ നല്ല മംഗല്യ ഭാഗ്യം, വിവാഹ യോഗം ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്തെ ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭനായ വ്യാഴത്തിൻ്റെ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകളും സംഭവിക്കും. അതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന അല്ലെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും സാധിക്കും. സമയം വളരെ ഉത്തമമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളെപ്പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉചിതവും ഉത്തമവുമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം ഉത്തമമാണ്. ശുക്രൻ 4-ാം ഭാവമായ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. പൊതുവെ ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് സമയം എല്ലാം കൊണ്ടും വളരെ വളരെ ഉത്തമമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് ധനകാരകനും ഭാഗ്യാധിപതിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ്. ആ ഗ്രഹം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന, സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം കന്നിരാശിക്കാരെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തെ ശുക്രൻ നൽകും. ഭാഗ്യാനുഭവം ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സാധിക്കുന്ന സമയമാണ്. കന്നിരാശിക്കാരായ പല വ്യക്തികൾക്കും പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം, പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന കാലം. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, ഭാഗ്യങ്ങൾ ലഭിക്കും. ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കന്നിരാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടായി അപ്രതീക്ഷിതമായിട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. കുടുംബത്തിൽ നിങ്ങൾക്ക് മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയം. പലർക്കും ഈ ഒരു സമയം കുടുംബത്തിൽ ഗൃഹപ്രവേശം, സന്താന ഭാഗ്യം തുടങ്ങിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി കുടുംബ ബന്ധങ്ങളിൽ, രക്തബന്ധങ്ങളിൽ, സ്വന്തം ബന്ധങ്ങളിലൊക്കെ നല്ല ദൃഢത വരിക, പരസ്പരം ഒരു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്.
കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നല്ലൊരു പുരോഗതി ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായിട്ട് അവരവരുടെ മാതാവിനുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. അതുപോലെ ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും, അതായത് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. സാധ്യതകൾ മുന്നിൽ വരുന്ന സമയം. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. പുതിയതായി ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം. അങ്ങനെ ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള വിഷമതകളും വിട്ടുമാറി ഒരു നല്ല ഗുണാനുഭവം ലഭിക്കുന്ന സമയം. മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുക, ഈശ്വരാനുഗ്രഹം മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് ലഭിക്കുക, ഇതൊക്കെ ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. വിവാഹ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്ന പരിശ്രമങ്ങൾ, അലച്ചിലുകൾ, തടസ്സങ്ങൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് വിട്ടുമാറും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം നടക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കന്നിരാശിയിൽപ്പെട്ട പലരും വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അതൊക്കെ ഈ ഒരു സമയത്ത് വിട്ടുമാറിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവും. അതുപോലെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നല്ലൊരു പുനർവിവാഹവും ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ടാണെങ്കിലും കന്നിരാശിക്കാർക്ക് ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കും. ഭാഗ്യാധിപതിയായ ശുക്രൻ 4-ാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഓരോ വ്യക്തികൾക്കും ലഭിക്കുക. ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. അത് ഓരോ വ്യക്തികൾക്കും, കന്നിരാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് പലർക്കും പല തരത്തിലായിരിക്കും അവരവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള നന്മകളും നേട്ടങ്ങളും ഒക്കെ നൽകും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും ഒരു സുഖം, സമാധാനം, സന്തോഷം എല്ലാം അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഇതിനെ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഈ ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് സമയം അനുകൂലമാണ്. ശുക്രൻ നിങ്ങൾക്ക് 2-ാം ഭാവമായ ധനസ്ഥാനത്ത് ധനുരാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധനകാരകനായ, ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴത്തിൻ്റെ രാശിയായ ധനുവിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കും സാമ്പത്തികപരമായിട്ട് ഒരു മുന്നേറ്റം ലഭിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പണം സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോരുത്തരും. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയം. സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉന്നതി, ഒരു മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ കടബാധ്യത, സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊരു മാറ്റം, നിങ്ങൾക്കൊരു നല്ലൊരു വഴി, അതിൽ നിന്നൊക്കെ മുക്തി നേടി, മോചനം നേടി മുന്നോട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു ഭാഗ്യം, ഒരു വഴി തെളിഞ്ഞു കിട്ടുന്ന സമയം. അപ്രതീക്ഷിതമായിട്ട് പലതരത്തിലുള്ള നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധി പ്രശ്നങ്ങളാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ആ ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരും. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കൊരു നേട്ടം, ഒരു സുഖം, സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, നന്മകളാണ് ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതും. പലരും ഈ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയവുമാണ്.
പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. അതുപോലെ പൂർവികപരമായിട്ട് ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കുവാനുള്ള വ്യക്തികളാണെങ്കിൽ അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് പൂർവികപരമായിട്ടുള്ള സ്വത്ത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വഴിയിലൊക്കെ ലഭിക്കേണ്ട പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരും. പ്രത്യേകിച്ച് ഒരു ഭൂമി വിൽക്കണം, അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടബാധ്യതകളോ മറ്റ് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ച വ്യക്തികൾ പലരുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് വിൽക്കാനുള്ള ഭൂമി വിറ്റ് കിട്ടുന്ന ഒരു സമയവും അതുമൂലം ലഭിക്കുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സമയം ആ ഭൂമി യോഗവും ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലും നിങ്ങളാൽ കഴിയുന്ന ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. ആ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. ഒരുപാട് നാളുകളായി അവരവരുടെ കുട്ടികളെ, സന്താനങ്ങളെ വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുമായി ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള അവസരം, ഭാഗ്യം ഈശ്വരൻ നൽകും. അതുപോലെ തന്നെ സന്താന ഭാഗ്യവും ഈശ്വരൻ നൽകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ജീവിതത്തിലെ പല പ്രതിസന്ധികൾ വിട്ടുമാറും. പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ ആ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ വീണ്ടും കിട്ടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. വ്യാഴമെന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. ആ ഗ്രഹത്തിൻ്റെ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം പലതരത്തിലുള്ള നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും. ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെ അകലെയുള്ള ഒരു നാട്ടിലേക്ക്, ഒരു രാജ്യത്തേക്കൊക്കെ സഞ്ചരിക്കുവാനും ഒരു ജോലിക്കായിട്ടോ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ടൊക്കെയുള്ള യാത്രകളൊക്കെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. പലതരത്തിലുള്ള നന്മകൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയത്തെ വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വാക്ക് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു വഴി കാണിച്ചു തരുന്ന ഒരവസരങ്ങളൊക്കെ ലഭിക്കും. എല്ലാത്തിനെയും പരമാവധി പ്രയോജനപ്പെടുത്തുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ നൽകുന്ന തരത്തിലാണ് ഈ ശുക്രരാശി മാറ്റം സംഭവിക്കുന്നത്. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖ, മനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഈ ശുക്രരാശി മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നത് കുംഭം രാശിക്കാർക്കാണ്. കുംഭം രാശിയിലുള്ള അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. ശുക്രൻ നിങ്ങൾക്ക് ഏറ്റവും സർവ്വശ്രേഷ്ഠമായ ഭാവത്തിൽ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്തിൻ്റെ ആരംഭം. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ഈ ഒരു സമയം കുംഭം രാശിക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും എന്നുള്ളതാണ്. സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതിനാൽ മാനസികമായും ശാരീരികമായും കുംഭം രാശിക്കാർ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന കാലഘട്ടം. സാമ്പത്തികപരമായിട്ട് വളരെയധികം ഉയർച്ച, ഉന്നതി ലഭിക്കും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന കുംഭം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വഴി, ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ തെളിയും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും. നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കർമ്മം സംബന്ധിച്ച് വളരെ ഉയർച്ച ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവും കൂടിയാണ്.
ജോലി ഇല്ലാതിരിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഡിസംബർ മാസം 20 മുതൽ ധൈര്യമായി പരിശ്രമിച്ചോളൂ. നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരു ജോലി ലഭിക്കും. അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാർക്കും നിങ്ങളുടെ കർമ്മമേഖലയിലെ എല്ലാവിധ തടസ്സങ്ങളും വിട്ടുമാറി ഏറ്റവും നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന്, ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായി പരിശ്രമിക്കാം. നിങ്ങൾക്ക് പുതിയ ഇടത്തേക്ക് ഒരു ജോലി ലഭിക്കുന്ന സമയമാണ്. അതുപോലെ സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ആ കർമ്മം സംബന്ധിച്ച് വളരെ നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ഈ ഒരു സമയം പലർക്കും സ്വന്തമായിട്ടൊരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള സാധ്യത തെളിയുക. അതുപോലെ പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാനൊക്കെ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ജീവിതത്തിൽ പല നന്മകളും കർമ്മം സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതും. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കർമ്മസംബന്ധമായിട്ടുള്ള നിങ്ങളുടെ തൊഴിൽ, ജോലി സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളും ഈ ഒരു സമയത്തായിരിക്കും കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച, ഉന്നതി തീർച്ചയായിട്ടും കുംഭം രാശിക്കാർക്ക് വന്നു ചേരും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവാണ് പലരെയും സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യം ഇല്ലാത്ത ഒരവസ്ഥ, കയ്യിൽ പണം വരുന്നതിനേക്കാട്ടിൽ കൂടുതൽ ചിലവ്, ഇതൊക്കെയാണ് പലരെയും സംബന്ധിച്ച്. നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നൊരു സമയം. തീർച്ചയായിട്ടും ധാരാളം ധനവരവ് ഉണ്ടാകും. അതിനനുസരിച്ച് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ചിലവുകൾ വരിക. ചെറുതാണെങ്കിലും നിങ്ങൾക്കും ഒരു സമ്പാദ്യത്തിനുള്ള ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന സമയം. 11ാം ഭാവം എന്ന സർവാഭീഷ്ട സ്ഥാനമാണ്. ഈ ഒരു സമയത്ത് ശുക്രൻ 11ൽ സഞ്ചരിക്കുമ്പോൾ പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, അത് സ്വന്തമായ ഭൂമിയാണെങ്കിൽ അതിനുള്ള യോഗം, ഒരു ഗൃഹത്തിനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങൾ, നല്ല മംഗല്യ ഭാഗ്യം, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. ശാരീരികവും മാനസികവുമായി കുംഭം രാശിക്കാരായ വ്യക്തികളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ മനസ്സൊന്ന് തെളിയുന്ന സമയം. മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. അങ്ങനെ ഈ ഒരു ശുക്രൻ 11ൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, ഒരു മുന്നേറ്റം വന്നു ചേരും. എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ പോകുന്നവരാണെങ്കിലും നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ, അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം, മുക്തി ലഭിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ തിരിച്ച് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് കൊടുത്ത പണം തിരികെ ലഭിക്കുക. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പണം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളോ അല്ലെങ്കിൽ പല ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. എല്ലാം കൊണ്ടും ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് അത്രമേൽ ഉത്തമമായ ഫലങ്ങളാണ് നൽകുക. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ശുക്രരാശി മാറ്റം ഓരോ തരത്തിലായിരിക്കും ആ ഒരു ഗുണാനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, യോഗഫലങ്ങൾ നൽകുക. ഇനി ഈ ഒരു സമയത്ത് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുവാനും സാധിക്കും, ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങൾ സഹിതം. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളാണ് 11ൽ സഞ്ചരിക്കുന്ന ശുക്രൻ നൽകുന്നത്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.